മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കൂടുതൽ ധനസഹായം തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെ കാണും. ചൊവ്വാഴ്ചയാണ് കൂടിക്കാഴ്ച. പ്രധാനമന്ത്രിയെ കാണാനും നീക്കമുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, നമുക്കറിയാം കഴിഞ്ഞ ദിവസം കേന്ദ്രം അനുവദിച്ച തുക അത് അപര്യാപ്തമാണ്. അത് സംസ്ഥാനം ചോദിച്ചതിനേക്കാൾ വളരെ കുറവാണ്, 260 കോടി എന്നുള്ളത്. ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് ഡൽഹിയിലേക്ക് എത്തുകയാണല്ലേ? അനുജ, മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ആഭ്യന്തരമന്ത്രിയെ കണ്ട വയനാട് ദുരിത നിവാരണത്തിനുള്ള കേന്ദ്ര സഹായം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രിയെ കാണാൻ സമയം തേടിയിരുന്നു. ഇക്കാര്യത്തിലാണ് ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ചൊവ്വാഴ്ചയായിരിക്കും ഈ കൂടിക്കാഴ്ച. ചൊവ്വാഴ്ച രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലേക്ക് എത്തും. ഉച്ചയോടെയായിരിക്കും ആഭ്യന്തരമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അതിനുശേഷം വൈകിട്ട് തന്നെ അദ്ദേഹം മടങ്ങും. പ്രധാനമായും വയനാട് ദുരിത നിവാരണത്തിനായുള്ള കേന്ദ്ര സഹായം എന്നത് തന്നെയാണ് ഈ ഒരു കൂടിക്കാഴ്ചയിലെ അജണ്ട. അതിൽ 2000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് എന്ന ആവശ്യം നേരത്തെ തന്നെ കേരളം മുന്നോട്ട് വച്ചിരുന്നു. കേരളത്തിൽ നിന്നുള്ള MP-മാർ ഒന്നിച്ച് തന്നെ ആഭ്യന്തരമന്ത്രിയെ കണ്ട് പ്രത്യേക നിവേദനവും സമർപ്പിച്ചിരുന്നു. എന്നാൽ നിലവിൽ ലഭിച്ചിരിക്കുന്നത് അപര്യാപ്തമായ ഒരു തുകയാണ് എന്നാണ് സംസ്ഥാനത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ തുക അനുവദിക്കണം എന്ന ആവശ്യമാകും മുന്നോട്ട് വയ്ക്കുക. ഇതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കാൻ എന്ന സൂചനയാണ് ലഭിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വികസനം, ഒപ്പം തന്നെ വയനാട് ദുരിത നിവാരണ പ്രവർത്തനങ്ങൾ എന്നിവയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് ചൊവ്വാഴ്ച ഡൽഹിയിൽ നടക്കുക. ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും മുഖ്യമന്ത്രി സമയം തേടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ എന്നാൽ ഇതുവരെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഒരുപക്ഷെ ചൊവ്വാഴ്ച തന്നെ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള സാഹചര്യവും നിലവിൽ നിലനിൽക്കുന്നുണ്ട്. അനുജ. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.